നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവീൺ പൂർവാർദ്ധ പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിപ്പോൾ സ്പെഷ്യലി പറയുന്നത് മൂന്നാമത്തെ പേപ്പറിനെ കുറിച്ചാണ്. അതായത് പ്രവീൺ പൂർവാർദ്ധിൽ നമുക്ക് എക്സാം എഴുതേണ്ടത് 3 പേപ്പറാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എല്ലാം 100 മാർക്കിനുള്ളതാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഹിന്ദി ആയിരിക്കും. പേപ്പർ 3 റീജിയണൽ ലാംഗ്വേജ് ആണ്. അതായത് കേരളത്തിലായതുകൊണ്ട് നമ്മൾ മലയാളമായിരിക്കും പേപ്പർ 3യിൽ എഴുതുന്നുണ്ടാവുക 100 മാർക്കിന്. ഇതിന് നമുക്ക് പഠിക്കേണ്ടത് 2 ടെക്സ്റ്റാണ്. ഒന്ന് കുമാരനാശൻ എഴുതിയ ചിന്താവിഷ്ടയായ സീത, മറ്റൊന്ന് മലയാള മാധുര്യം. ഈ 2 എണ്ണമാണ് നമ്മൾ പേപ്പർ 3ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇതിൽ ചിന്താവിഷ്ടയായ സീതയിൽ നിന്ന് ഒരു 30-40 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ സാധ്യത. മലയാള മാധുര്യത്തിൽ നിന്ന് ഒരു ഏകദേശം 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് സാധ്യത. അപ്പോൾ മൊത്തത്തിൽ ഒരു 100 മാർക്കിനുള്ളത് നമുക്ക് ഈ 2 എണ്ണത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. ചിന്താവിഷ്ടയായ സീത എന്ന പുസ്തകത്തിൽ 192 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ശ്ലോകമായിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് 2 ക്വസ്റ്റ്യൻ 15 മാർക്ക് വീതം അല്ലെങ്കിൽ 20 മാർക്ക് വീതം അങ്ങനെ വരാനാണ് സാധ്യത. അപ്പോൾ ഈ എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് മുഴുവനായിട്ടും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടേതായ രീതിയിൽ ആൻസേഴ്സ് എഴുതാവുന്നതാണ്. എന്തായാലും 15-20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരുന്നത്. സോ നമ്മുടെ അത്രയും കണ്ടൻറ് ഉണ്ടായിരിക്കണം എഴുതാൻ വേണ്ടിയിട്ട്. ചിന്താവിഷ്ടയായ സീത എന്ന പുസ്തകത്തിലുള്ള കണ്ടൻറ് എന്താണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് അതിലുള്ള എല്ലാ ശ്ലോകങ്ങളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്. ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് 12 വർഷങ്ങളോളമായി. ഇപ്പോൾ ശ്രീരാമൻ തൻ്റെ രാജ്യത്ത് അശ്വമേധം നടത്താൻ ഉദ്ദേശിക്കുന്നു. ഭാര്യയ്ക്ക് പകരം സ്വർണം കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കി വെച്ച് യാഗത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിൽ വാൽമീകി മഹർഷി ശ്രീരാമൻ്റെ മക്കളായ ലവനെയും കുശനെയും കൂട്ടി അയോധ്യയിലേക്ക് പോയിരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് അവർ പോയിട്ട് നാളുകൾ ഏറെയായി. സീതാദേവിക്ക് അവരെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല. മക്കൾ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത് എന്ന ചിന്ത സീതയെ അലട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഭാര്യയായ താനും അവിടെ ഉണ്ടാവേണ്ടതല്ലേ എന്ന ചിന്തയും സീതയെ അലട്ടുന്നുണ്ടാവാം. അങ്ങനെ മഹർഷിയോടൊപ്പം മക്കൾ അയോധ്യയിലേക്ക് പോയ അവസരത്തിൽ സീതയുടെ മനസ്സിലുണ്ടായ ആ ചിന്തകളെയാണ് കുമാരനാശാൻ ഈ കൃതിയിലൂടെ ആവിഷ്കരിക്കുന്നത്. തൻ്റെ മക്കൾ വാൽമീകി മഹർഷിയോടൊപ്പം അയോധ്യയിലേക്ക് പോയ സമയത്ത് സീതയുടെ മനസ്സിൽ വളരെ അധികം ചിന്തകൾ ഉണ്ടായി, ഓർമ്മകളുണ്ടായി. സീത ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യാനത്തിൽ ചെന്നിരുന്നു. പൂത്തു നിൽക്കുന്ന വാഗമരം ഒരു പന്തലായി സീതയ്ക്ക് തോന്നുന്നു. പച്ചപ്പുല്ലുകൾ പച്ചപ്പട്ടിന് തുല്യമായി വിരാജിക്കുന്നു. സീത എല്ലാം നഷ്ടപ്പെട്ടവളാണ്. അവൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു, പതിയെ നഷ്ടപ്പെട്ടു. എന്നാലും പ്രകൃതി ആ ശ്രേഷ്ഠവതിയായ സ്ത്രീക്ക് ഇരിപ്പിടം ഒരുക്കുന്നു, പന്തലൊരുക്കുന്നു. ഇവയെല്ലാം സീതയുടെ മഹത്വം വിളിച്ചോതുന്ന ഒന്നാണ്. സീത ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. സൂര്യൻ മറിഞ്ഞതും അറിഞ്ഞില്ല, നിലാവ് വന്ന് ഉദിച്ചതും സീത അറിഞ്ഞില്ല. അത്രയും ആഴമേറിയ ചിന്തയിലാണ് സീത ഇരിക്കുന്നത്. ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന നദീതീരം, അവിടെ ഉണ്ടാകുന്ന പുളകങ്ങൾ, ഇളം കാറ്റ്, ചുറ്റും ഇടതൂർന്നു നിൽക്കുന്ന കാടും എല്ലാമാണ് സീത ഇരിക്കുന്ന ആ പശ്ചാത്തലത്തെ വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാട്ടുമുല്ലയിൽ നിന്ന് കാറ്റിൻ്റെ ഗതിക്ക് പറന്നു വരുന്ന പൂക്കളെ പോലെ മിന്നാമിന്നുകൾ എത്തുകയാണ്. ആ മിന്നാമിന്നുകളെ മുടിയിൽ വഹിച്ചുകൊണ്ട് സീത നദീതീരത്തിരിക്കുകയാണ്. മിന്നാമിന്നുകൾ മുടിയിൽ വന്ന് ഇരിക്കുന്നത് പോലും സീത അറിഞ്ഞില്ല. അത്രയും ഗാഢമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് സീത. സീത അവയൊന്നും അറിയുന്നില്ല. ശോഭ കലർന്നതായിരുന്നു സീതയുടെ മുടിച്ചുരുളുകൾ. മരങ്ങൾ നിറഞ്ഞ ഉദ്യാനത്തിലൂടെ നാം രാത്രിയിൽ നടക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ എങ്ങനെയാണ് നാം ആകാശം കാണുന്നത്,
അതുപോലെ പ്രഭാപൂരിതമായ ആകാശം പോലെയാണ് സീതയുടെ മുടിച്ചുരുളുകൾ. പ്രഭ നിറഞ്ഞ സീതയുടെ മുടിച്ചുരുളുകൾക്കിടയിൽ മിന്നാമിന്നുകൾ തിളങ്ങി നിൽക്കുന്നു. ധരിച്ചിരുന്ന വസ്ത്രങ്ങളാൽ ഉടൽ മൂടിയിരുന്നു സീത. മനോഹരമായ വൃക്ഷച്ചില്ലകൾ പോലെയുള്ള മെലിഞ്ഞ ആ കൈകൾ തുടമേൽ വെച്ചിട്ടാണ് സീതാദേവി ആ ഉദ്യാനത്തിൽ ഇരുന്ന് ചിന്തയിൽ മുഴുകിയത്. ഒരിടത്തേക്കും പ്രത്യേകിച്ചും നോക്കാതെ വിരിയാത്ത അല്പം അടഞ്ഞ കണ്ണുകൾ, കാറ്റിൽ മുടിച്ചുരുളുകൾ മുഖത്ത് ഉരസുമ്പോഴും ചിന്തയിൽ മുഴുകി സീതാദേവി ഇരുന്നു. ഉന്മേഷമില്ലാത്തവളെ പോലെ സീതാദേവി ശരീരത്തിന് ഇളക്കം സംഭവിക്കാത്ത രീതിയിൽ ഒന്ന് നിവർന്നിരുന്നു. ചെറിയ ഇളം കാറ്റുപോലെ അപ്രതീക്ഷിതമായി വരുന്ന മന്ദമാരുതിനെ പോലെ മന്ദമായും ദീർഘമായും ശ്വാസോച്ഛ്വാസം ചെയ്തു. ചിന്തയിൽ മുഴുകിയിരുന്ന സീതാദേവിയുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ ആ മുഖത്ത് പ്രതിഫലിച്ചു. അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിയാതെ തൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി പറയുവാൻ തുടങ്ങി. ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് മനുഷ്യന് അറിയില്ല. എന്നിട്ടും മനുഷ്യൻ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ആലോചിച്ച് ദുഃഖിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ലോകരഹസ്യം ആർക്കും അറിയാൻ കഴിയില്ല എന്ന് സീതാദേവി പറയുന്നു. രസത്തിൻ്റെ ചെറിയ കണികകൾ ഏതെങ്കിലും പ്രതലത്തിൽ വീണാൽ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കും. ഇതേ അവസ്ഥയാണ് നെൽമണി അവിൽ ആവുന്ന സമയത്തും സംഭവിക്കുന്നത്. യാതൊരു സ്ഥിരതയും ഇല്ലാതെ സീതയുടെ മനസ്സ് ചിന്തകളിൽ മുഴുകി ഓരോരോ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സീതാദേവി തൻ്റെ സുഖങ്ങൾ നിറഞ്ഞ, സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ആ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നു. അവ മാഞ്ഞുപോയി. പിന്നീട് വന്ന ദുഃഖകാലത്തെക്കുറിച്ചും ഓർക്കുന്നു. സുഖദുഃഖ മിശ്രിതമാണ് ജീവിതം എന്ന ആശയമാണ് ആശാൻ ഇവിടെ പങ്കുവെക്കുന്നത്. ദുഃഖമാകുന്ന വേനൽക്കാലം പോയാൽ ഉടൻ തന്നെ മഴയാകുന്ന സന്തോഷം നിറഞ്ഞ, സൗഭാഗ്യങ്ങൾ നിറഞ്ഞ മറ്റൊരു കാലം വരുന്നു. മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിന് ശേഷം കാലക്രമേണ അവ വീണ്ടും തളിർത്തു വരുന്നു. മൃഗങ്ങൾക്ക് ദുഃഖമുണ്ടായാൽ അത് കാലക്രമേണ മാഞ്ഞു പോകുന്നു. അഭിമാനിയായി ജീവിച്ച ഒരാൾക്ക് തൻ്റെ മാനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ ജീവിത സന്ദർഭം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ സാധിക്കില്ല. പൊതുജന അപവാദം ഭയന്നാണ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത്. ആ ഒരു സന്ദർഭമാണ് ആശാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അഭിമാനിയായ സീതയ്ക്ക് ജീവിതത്തിൽ നടന്ന ആ ദുരന്തം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കളങ്കമായി തോന്നുന്നു. ശ്രീരാമനോട് ഭാവിയിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയേക്കാം എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്ന സമയത്തു തന്നെ താൻ അനുഭവിച്ച വേദന സീത ഓർക്കുന്നു. ഇനി സുഖഭോഗങ്ങൾ വന്നാൽ തന്നെ അതിന് പിന്നാലെ പോകില്ല എന്ന് സീത മനസ്സിൽ ഉറപ്പിക്കുന്നു. അതിനാൽ സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് പ്രിയ സമാഗമന സൂചനയാണ് എന്ന നിമിത്തം നിഷ്ഫലം എന്ന് സീത വിചാരിക്കുന്നു. തനിക്കുള്ള വിരക്തിയെ സീത പുഴുപോലെ എന്ന നീചോപമ കൊണ്ട് വെളിപ്പെടുത്തുന്നു. ശ്രീരാമൻ കുശലവന്മാരിൽ നിന്ന് രാമായണ കഥ പാടിക്കേട്ട് സീതയെ സ്മരിക്കുകയും വാൽമീകിയുടെ ആശ്രമത്തിൽ തപസ് ചെയ്യുന്ന തൻ്റെ ആ മഹർഷിയെ തിരികെ വിളിക്കാൻ വിചാരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാൽമീകി രചിച്ച മനോഹരമായ കാവ്യം ഇന്ന് ശ്രീരാമൻ കേട്ടിട്ട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി കാണണം എന്ന് സീത വിചാരിക്കുന്നു. തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞു കാണും എന്നും സീത ചിന്തിക്കുകയാണ്. സീത രാമനോടൊപ്പം ചിലവഴിച്ച നല്ല സമയം ഓർക്കുകയാണ്. ആ പ്രണയാതുരമായ നിമിഷം ഇപ്പോഴും സീതയുടെ മനസ്സിലുണ്ട്. എന്നാൽ ആ ചിന്തകൾ ഒരിക്കലും സീതയെ സ്വാധീനിക്കുന്നില്ല. എന്നോ കേട്ട് മറന്ന ഒരു ഗാനം പോലെ സീതയ്ക്ക് തോന്നുന്നുള്ളൂ. സീതയും രാമനും ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ക്ഷണനേരത്തെ വിയോഗം പോലും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ ദൃഢമായ സ്നേഹബന്ധം ഇന്ന് ഒരു അണലിപ്പാമ്പിനെ പോലെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് സീതയ്ക്ക് തോന്നുന്നു. ആ പഴയ പ്രണയം എത്രമാത്രം ഭീകരമായിട്ടാണ് സീതയ്ക്ക് തോന്നുന്നത് എന്നാണ് ആശാൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. നല്ല ഓർമ്മകൾ എല്ലാം നഷ്ടപ്പെട്ട തൻ്റെ സ്വന്തം മനസ്സ് പ്രാവുകൾ ഒഴിഞ്ഞുപോയ ഒരു കൂട് പോലെ എന്ന് സീതയ്ക്ക് തോന്നുന്നു.
ഉദയമെന്നോ അസ്തമയമെന്നോ ഇല്ലാതെ എപ്പോഴും ഹൃദയമാകുന്ന ആകാശത്തിൽ കാണുന്ന രശ്മികൾ പോലെ ശ്രീരാമൻ്റെ ആ ശോഭയേറിയ മുഖം ഇപ്പോഴും ഓർമ്മയാകുന്ന കണ്ണാടിയിൽ മാത്രം പ്രതിഫലിക്കപ്പെടുന്നു. ശ്രീരാമൻ ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം എവിടെയോ ഉള്ളതായി തോന്നുന്നു. ഒരു കാലത്ത് തൻ്റെ എല്ലാമെല്ലാമായ ശ്രീരാമൻ ഇപ്പോൾ തൻ്റെ ഓർമ്മകളിൽ മാത്രമേയുള്ളൂ എന്ന് സീതാദേവി വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. ആശ്രമത്തിൽ വന്നിട്ട് കാലം ഏറെയായി. ഇവിടത്തെ ദിനചര്യകൾ പാലിച്ച് ആശ്രമത്തിൻ്റെ ചുറ്റുപാടിനോട് ഇഴുകിച്ചേർന്നപ്പോൾ മനസ്സിലെ ദുഃഖമെല്ലാം പോയി മറഞ്ഞിരിക്കുന്നു. എന്നാൽ പോകാത്തത് ഒന്നു മാത്രം: അപമാനശല്യം. വിവേകത്തോടെ ചിന്തിക്കുമ്പോഴുള്ള അപമാനിക്കപ്പെട്ട ആ മനസ്സിൻ്റെ വേദന മാത്രമാണ് ഇപ്പോഴും തന്നെ വിട്ടുമാറാത്തത് എന്ന് സീതയ്ക്ക് തോന്നുന്നു. അന്ന് ഞാൻ ജീവിതം അവസാനിപ്പിക്കാതെ ഗർഭം ചുമന്നു, 2 കുട്ടികളെ പ്രസവിച്ചു. ആ ഉണ്ണികൾ വളർന്ന് ഇന്ന് എനിക്ക് സന്തോഷം തരുന്നു എന്ന് സീതാദേവി ഓർക്കുന്നു. കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ സീത പറയുകയാണ്, ആ കുട്ടികളുടെ ഓരോ പുഞ്ചിരിയും എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങൾ അലിയിച്ച് എൻ്റെ ജീവിതത്തിലെ വേദനകളെ മാറ്റിത്തരുന്ന ഒരു ഔഷധമായിട്ടാണ് എനിക്ക് അനുഭവമാകുന്നത്. ഇരുട്ടുള്ള ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, സമുദ്രത്തിൽ ദ്വീപുകളുണ്ട്. അതുപോലെ ഏത് വിപത്തിനും പരിഹാരമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിധിക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല എന്ന് പ്രപഞ്ച സത്യമാണ്. ഒരു കയറ്റമുണ്ടായാൽ ഒരു ഇറക്കം ഉള്ളതുപോലെ ഏതൊരു വിഷമഘട്ടം വരുമ്പോഴും ആ വിഷമഘട്ടം മാറി സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാകും. വിധി നമ്മളെ തല്ലുകയും തലോടുകയും ചെയ്യുന്നു. നിഴലും വെളിച്ചവും എന്നതുപോലെ തന്നെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരും. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഈ സുഖദുഃഖങ്ങൾ എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് മനസ്സിൻ്റെ ഓരോ തോന്നലുകളാണ്. മഹാന്മാരായിട്ടുള്ള മനുഷ്യർ ഇത്തരത്തിലുള്ള സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ തീർത്തും വ്യാകുലതകൾ ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞിരുന്നു. മഹാന്മാർക്ക് അറിയാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. അതുകൊണ്ട് സുഖമാണോ ദുഃഖമാണോ എന്നൊന്നും ഓർത്ത് അവർ വ്യാകുലപ്പെടാറില്ല. ഇനിമേൽ ഞാൻ ആപത്ത് വരുത്തുന്ന സുഖങ്ങൾ ആഗ്രഹിക്കുകയില്ല, ദുഃഖത്തെ സ്വീകരിക്കും. മനസ്സ് ദുഃഖം കൊതിച്ച് ചെന്നാൽ ദുർവിധി സ്വയം അസൂയ ഉപേക്ഷിക്കും. താൻ ഇത്രയും നാളും വളരെ അധികം സൗഭാഗ്യത്തിൽ കഴിഞ്ഞവളാണ്, അതുകൊണ്ടാണ് ദുർവിധി തന്നെ പിന്തുടരുന്നത് എന്ന് സീത വിശ്വസിക്കുന്നു. ഈ സുഖ സൗഭാഗ്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചാലെങ്കിലും ദുർവിധി തന്നെ പിന്തുടരാതിരിക്കട്ടെ എന്ന് സീത ആശിക്കുന്നു. ശീലം കൊണ്ട് ഇരുട്ടും നമുക്ക് വെളിച്ചമാക്കി തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കാലത്തെ ശീലം കൊണ്ട് കയ്പിനെ മധുരമാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ നമുക്ക് ഒരു നാൾ ഭാഗ്യങ്ങളായി സുഖങ്ങളായി മാറ്റിയെടുക്കാൻ സാധിക്കും. വെളുത്ത വാവും കറുത്ത വാവും മാറി മാറി വരുന്നത് പോലെയാണ് സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരുന്നത്. സുഖവും അസുഖവും നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ പൊരുതി മുന്നേറുന്നവർ മോക്ഷം പ്രാപിക്കും. വളരെ കാലം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം നയിക്കുന്നവർ ഒരു നാൾ മോക്ഷത്തിൽ എത്തിച്ചേരും എന്ന് ആശാൻ പറയുന്നു. എന്നാൽ ഈ മോക്ഷപീഠത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഈശ്വരൻ്റെ കൈകൾ തന്നെ മനുഷ്യനെ ഈ കഷ്ടതകൾ നിറഞ്ഞ ഈ ജീവിതം അടുത്തറിയുവാൻ വേണ്ടി ആ വഴിയിലേക്ക് ഉന്തിവിടുന്നതാവാം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ഗുണം വരുമ്പോഴും അതൊരു അപകടമാണ് എന്ന് കരുതി ഭയക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ പ്രത്യേകതയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ദയയോടെ ഒരു പക്ഷിയെ പിടിച്ച് ഇണക്കി വളർത്താൻ ശ്രമിക്കുമ്പോൾ പിടയ്ക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് കവി ഇവിടെ പറയുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് വരാൻ ആജ്ഞാപിച്ചു. ശ്രീരാമൻ്റെ കൽപ്പന ലക്ഷ്മണൻ സീതയോട് പറയുന്നു. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നറിഞ്ഞ സീത ആ നിമിഷം എങ്ങനെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇടിവാൾ ഏറ്റ കണക്ക് വീണുപോയി എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്.
മരണമായിരുന്നു അപ്പോൾ സീതയുടെ മനസ്സിലെങ്കിലും ഗർഭിണിയായ ആ അവസ്ഥയിൽ സ്വയം മരിക്കുവാൻ സീതയെ മനസ്സ് അനുവദിച്ചില്ല. പണ്ടെങ്ങോ ഉണ്ടായ മുറിപ്പാടിൽ വീണ്ടും ഒരു പ്രഹരം ഏറ്റപ്പോൾ അതീവ ദുഃഖിതയായി സീത മാറി എന്നാണ് കവി പറയുന്നത്. രാവണ പതനാനന്തരം രാമൻ സീതയെ ഉപേക്ഷിച്ചതാണ് ആ ആദ്യത്തെ പ്രഹരം. ആ ഒരു സംഭവം കഴിഞ്ഞാണ് ജനാപവാദം ഭയന്ന് രാമൻ കാട്ടിൽ സീതയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. ഈ വിധിയുടെ കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നും എൻ്റെ മനസ്സിനെ തളർത്തുവാൻ കഴിയില്ലല്ലോ. സീതയോട് തന്നെ പറയുകയാണ്. ദുഃഖത്തിൻ്റെ ഭാരം കുറയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും ചിത്തഭ്രമം ആകുന്ന ഒരു ആശ്വാസം എന്നെ തേടി വന്നില്ലല്ലോ എന്ന് സീത സ്വയം ഓർക്കുകയാണ്. ഒരു പക്ഷേ ചിത്തഭ്രമം ബാധിച്ച ഇന്ദ്രിയനാശം സംഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണല്ലോ എന്ന് സീതയ്ക്കിവിടെ തോന്നുകയാണ്. ചിത്തഭ്രമം വരാതെ ഇരുന്നത് നല്ലതാവാം. ചിത്തഭ്രമം ആകുന്ന കുരങ്ങനെ എൻ്റെ മനസ്സാകുന്ന പൂന്തോട്ടം നൽകുവാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാട്ടിലെ കാറ്റേറ്റ് മുളം തണ്ടിൽ നിന്നും വരുന്ന വേണുനാദം പോലെ ചിത്തഭ്രമം ബാധിച്ച് സ്വയം ഓരോന്ന് ഉരിയാടി നിൽക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ക്ഷമ പോലെ നന്മ ചെയ്ത് അനുഗ്രഹിക്കാൻ വ്രതം എടുത്ത നല്ല ബന്ധുവും ദുഃഖം പോലെ അറിവ് പകരുന്ന ശ്രേഷ്ഠ ഗുരുവും മനുഷ്യന് വേറെയില്ല എന്നാണ് സീത പറയുന്നത്. സ്വയം അവസാനിപ്പിക്കാൻ തോന്നാതിരുന്നത് ഭാഗ്യമായി എന്ന് സീതയ്ക്ക് തോന്നുന്നു. സൂര്യകുലത്തിനു അഭിമാനമായ 2 മക്കളെ ലഭിച്ചതിൽ അതീവ സന്തോഷവതിയാണ് എന്ന് സീത തിരിച്ചറിയുന്നു. സീതയുടെ മാനസികാവസ്ഥ കവി ഇവിടെ തുറന്നു കാണിക്കുകയാണ്. അതീവ ദുഃഖം നിറഞ്ഞ എൻ്റെ മനസ്സിലേക്ക് ഈ ദുഃഖം നിറഞ്ഞ ഓർമ്മകൾ ഈയലുകൾ കണക്കെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നു എന്ന് സീത പറയുകയാണ്. മങ്ങിക്കിടുന്ന ഓർമ്മകൾ ഇന്ന് ദീപ്തമായി വരുകയാണ്. ഋതുക്കൾ മാറി വരുമ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന വള്ളി പോലെ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഉയർന്നു വരുന്നു എന്ന് സീതയ്ക്ക് തോന്നുന്നു. തന്നെ കാട്ടിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാനാവാതെ വേദനയോടെ നിന്ന ലക്ഷ്മണൻ്റെ രൂപമാണ് സീതയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു പോവാൻ കഴിയാതെ പുഴുവിനെ പോലെ പിടഞ്ഞ് മനസ്സു തകർന്ന് തല കൈകൾ കൊണ്ട് താങ്ങി നിന്ന് കരയുന്ന ലക്ഷ്മണനെ സീത ഓർക്കുകയാണ്. അത്യധികം ധീരനും ബലവാനും ബുദ്ധിമാനുമായ രാമഭക്തി ഉള്ളവനുമായ ലക്ഷ്മണൻ്റെ ആ വിവശത കണ്ട് ഹൃദയത്തിൽ നിന്നും പാതി ദുഃഖം വിട്ടുപോയി എന്ന് സീത പറയുന്നു. കാടെന്നോ നഗരമെന്നോ ചിന്തയില്ലാതെ ലക്ഷ്മണൻ എല്ലാ സമയത്തും രാമനെയും സീതയെയും സേവിച്ചു. അങ്ങനെയുള്ള സ്നേഹം നിറഞ്ഞ ആ മുഖം ഓർക്കാതെ ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് സീത പറയുന്നു. സീതയും രാമനും കാട്ടിൽ മലയുടെയും കാടിൻ്റെയും ഭംഗി ആസ്വദിക്കുന്ന ആ സമയത്താണ് ലക്ഷ്മണൻ്റെ സേവനം വളരെ അധികം ആശ്വാസകരമായിരുന്നത്. ആ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കാട്ടിലെ ആ ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്ന് സീത ഓർക്കുന്നു. പണ്ടെന്നെ കഠിന വാക്കുകൾ കേട്ട് നീ ഉപേക്ഷിച്ചില്ലേ, പിന്നീട് രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ഇപ്പോഴിതാ വീണ്ടും ഉപേക്ഷിച്ചു. കർമ്മഫലം എത്ര ക്രൂരയാണ് എന്ന് സീത ചിന്തിക്കുകയാണ്. പഞ്ചവടിയിൽ സീതയും രാമനും താമസിക്കുന്ന കാലത്ത് മാരീചൻ എന്ന രാക്ഷസന്റെ പിന്നാലെ ലക്ഷ്മണൻ പോയപ്പോൾ ആശ്രമത്തിൽ തനിച്ചായതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്ന ആ സന്ദർഭം സീത ഓർക്കുന്നു. ഈ 2 സന്ദർഭവും എത്ര ക്രൂരമായ കർമ്മഫലം എന്ന് സീത സ്വയം ആലോചിക്കുകയാണ്. ലക്ഷ്മണ, ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ച് പറഞ്ഞ കൊള്ളിവാക്കുകൾ നീ ക്ഷമിച്ചു കളയുക. ചിലപ്പോൾ നിയന്ത്രണം വിട്ട് എൻ്റെ മനസ്സ് ഇതല്ല ഇതിനപ്പുറം പറഞ്ഞു പോകുന്നതാവാം. അങ്ങനെ ഓരോന്ന് ഓർത്ത് വിഷമം നിറഞ്ഞ് ആ ഓർമ്മകളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സീതയുടെ ദുഃഖകരമായ ആ മാനസികാവസ്ഥയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സീത ലക്ഷ്മണനോട് പറയുന്നു, അല്ലയോ ലക്ഷ്മണ, തീയിൽ വെന്തുരുകുന്ന ശ്രീരാമനെ മഹാവനങ്ങളിൽ തുണച്ചവനാണു നീ.
അങ്ങനെ ശ്രീരാമനെ തുണച്ചതുവഴി നീ സൂര്യവംശത്തെ സംരക്ഷിക്കുകയാണുണ്ടായത്. ഇന്ദ്രജിത്തുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥ ഞാൻ വെമ്പലോടെ കേട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയത് എന്ന് സീത ലക്ഷ്മണനോട് പറയുന്നു. ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളായ ലവകുശന്മാരെ വാൽമീകി മഹർഷി അയോധ്യയിലേക്ക് കൊണ്ടുപോയ സമയത്താണ് സീത ഇങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത്. അയോധ്യയിൽ വെച്ച് ലക്ഷ്മണൻ തൻ്റെ മക്കളെ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സീത ആലോചിക്കുന്നു. സീത പറയുന്നു, എൻ്റെ കഥ നീ വിട്ടേക്കൂ, നീ ശ്രീരാമനെ തുണയായി ഏറെക്കാലം വാഴുക. അങ്ങനെ ബന്ധുജനങ്ങളോടൊത്ത് നീ അയോധ്യയിൽ ദീർഘനാൾ വാഴുക. എൻ്റെ ഇന്ദ്രിയങ്ങൾ ബോധം നശിച്ച് സാധാരണ പോലെ പ്രവർത്തിക്കാതായിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ഒരു മറയായി മൂടി ആ മുറിവേറ്റ ഹൃദയത്തിൽ കുഴമ്പുപോലെ പറ്റിയ ആ മോഹാലസ്യത്തെയും സീത ഇപ്പോൾ ഓർമ്മിക്കുന്നു. മരണത്തിൻ്റെ മക്കൾ എന്ന് തോന്നുന്ന ആ മോഹാലസ്യത്തെ മനുഷ്യർക്ക് എപ്പോഴും ഭയമാണ്. ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിക്കാത്ത വണ്ണം ഒരു മോഹാലസ്യം ഉണ്ടാവുകയും അത് മരണത്തിലേക്കുള്ള അടുത്ത വരവാണ് എന്നൊക്കെ ഓർത്ത് മനുഷ്യൻ എപ്പോഴും സങ്കടപ്പെടാറുണ്ട്. എന്നാൽ മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് അങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്ത ഘട്ടം വരുമ്പോൾ അത് വളരെ അധികം ആശ്വാസദായകമാണ് എന്ന് സീത പറഞ്ഞു വയ്ക്കുന്നു. രാമനോട് ശത്രുത തോന്നാതെയും ഭയമോ നാണമോ ഇല്ലാതെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നശിച്ച് മോഹാലസ്യത്തിൻ്റെ ഭാവത്തിൽ സ്വബോധം ഇല്ലാത്തവളെ പോലെയാണ് സീത നിലകൊള്ളുന്നത്. മലർമെത്തയിൽ കിടന്നാൽ പോലും നോവുന്നതും പൂർണ്ണ ഗർഭഭാരത്താൽ നടക്കാൻ പ്രയാസമുള്ളതുമായ സീതയുടെ ആ ശരീരം കീടങ്ങളും മുള്ളുകളും നിറഞ്ഞ വനഭൂമിയിൽ നിശ്ചലമായി കിടന്നു. അതീവ സുഖം അനുഭവിച്ചു കഴിഞ്ഞ് ആ സീത കാട്ടിൽ ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. തൻ്റെ അടുത്തെത്തിയ വാൽമീകിയെ കണ്ടപ്പോൾ ഒരു പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന ഭൂമിക്ക് ഒരു ആശ്വാസം എന്ന പോലെ ശരത്കാലം വരുന്നത് പോലെ സീതയ്ക്ക് തോന്നി. മുനി സീതയോട് പറഞ്ഞു, അടുത്തെൻ്റെ ആശ്രമമുണ്ട്, അങ്ങോട്ട് പോരൂ മകളെ, അത് നിന്റെ വീട് പോലെ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ മുനി സീതയുടെ മനസ്സിലെ ദുഃഖത്തെ മാറ്റിക്കളഞ്ഞു. ഭൗതികപരമായ കാര്യങ്ങളിൽ അർത്ഥമൊന്നുമില്ല. ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞാൽ മാത്രമേ മനുഷ്യർക്ക് മോക്ഷം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ എന്ന പ്രപഞ്ച സത്യം മഹാമുനി സീതയ്ക്ക് പറഞ്ഞുകൊടുത്തു. കത്തിജ്വലിക്കുന്ന അഥവാ കാട്ടുതീയിൽ വെന്തുരുകുന്ന ആ കാടിൻ്റെ അരികത്ത് ഒരു ശീതള നീർത്തടാകമാണോ, അല്ലെങ്കിൽ ശുഭിതനായ കടലിൻ്റെ തീരത്തുള്ള ശാന്തമായ ഒന്നാണോ ഈ തപോവനം എന്നൊക്കെ സീതയ്ക്ക് തോന്നുകയാണ്. ആശ്രമത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വന്തം കഴിവിൽ സ്വന്തം അറിവിൽ ഒരിക്കലും അഹങ്കരിക്കാത്ത ആ മുനിപത്നിമാർ അവിടത്തെ കെടാവിളക്കുകൾ പോലെയാണ് സീതയ്ക്ക് തോന്നുന്നത്. വൃക്ഷങ്ങൾ, പക്ഷി, മൃഗാദികൾ, മനുഷ്യർ, ദേവന്മാർ എന്നിവരോടെല്ലാം ആ ആശ്രമത്തിൽ ഉള്ളവർ സ്നേഹം പുലർത്തിയിരുന്നു. എല്ലാ ജീവജാലങ്ങളെയും അവർ ഒരുപോലെ കണ്ടിരുന്നു എന്നാണ് സീത പറയുന്നത്. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ദേവന്മാരിലും പർവ്വതം, കാട് മുതലായ വസ്തുക്കളിലും വേദത്തിലോ മനസ്സ് ചഞ്ചലമാകാതെ അവർ എപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകിയാണ് ജീവിച്ചിരുന്നത്. ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തയില്ലാതെ അവർ അവരുടെ ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരുന്നവരാണ് എന്ന് സീത മുനിപത്നിമാരെക്കുറിച്ച് പറയുന്നു. ഭൂമിയിൽ വേദം പോലെ ബഹുമാന്യരും മനോനിയന്ത്രണം സാധിച്ചവരുമാണ് ഋഷിമാരുടെ അമ്മമാർ. സ്വന്തം പ്രവർത്തികളിലൂടെ അവർ നമുക്ക് കാണിച്ചു തരുകയാണ് എന്തൊക്കെയാണ് ശരിയും തെറ്റും. അത്രത്തോളം മഹത്തരമായതാണ് അവരുടെ ജീവിത ശൈലികൾ എന്ന് സീത പറയുന്നു. ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിച്ച് അവർ അവരുടെ ജീവിതമാകുന്ന ഭൂമി നനച്ചിരിക്കുന്നു. ആ താപസ സ്ത്രീകളുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഈ സൽപ്രവൃത്തി മൂലം അവരുടെ ജീവിതത്തിലും പൂക്കളും ഫലങ്ങളുമായി പുണ്യം പകർന്നു വയ്ക്കുന്നു എന്നാണ് സീത പറയുന്നത്. അവരവരുടെ ഭർത്താക്കന്മാരെ സേവിച്ചും ഈശ്വര ചിന്തയിൽ മുഴുകിയുമാണ് അവർ എപ്പോഴും കഴിയുന്നത്.
ലൗകിക സുഖങ്ങളിൽ അവർക്ക് തീരെ താല്പര്യമില്ല. മുനിപത്നിമാരോടുള്ള ഇടപഴകൽ കൊണ്ടാവാം കാടിൻ്റെ നടുവിൽ ഉപേക്ഷിച്ച നിലയിൽ തന്നെ കണ്ടപ്പോഴും ആശ്രമത്തിലേക്ക് ക്ഷണിക്കാനും അവിടെ ശിഷ്ടകാലം ജീവിക്കാൻ പറയാൻ വാൽമീകി മഹർഷിക്ക് തോന്നിച്ചത് ഇങ്ങനെയുള്ള ശ്രേഷ്ഠരായ മുനിസ്ത്രീകളോടുള്ള സഹവാസമാണോ എന്നാണ് സീതയ്ക്ക് സംശയം തോന്നുന്നത്. വാൽമീകി മഹർഷി രാമായണം രചിച്ചത് ക്രൗഞ്ചത്തെ വേട്ടയാടുന്ന വേടന്മാരുടെ രംഗം കണ്ടിട്ടാണ്. ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ മുനിയുടെ മനസ്സിൽ അനുകമ്പ തോന്നാൻ കാരണം തന്നെ ഇതുപോലെയുള്ള ശ്രേഷ്ഠരായ താപസ സ്ത്രീകളോടുള്ള സഹവാസമാണ് എന്നാണ് സീത പറയുന്നത്. സീത പറയുന്നു, ഈ ശ്രേഷ്ഠരായ സ്ത്രീകളോടൊത്ത് ഞാൻ ഇന്നിവിടെ വസിക്കുകയാണ്. സുഖമാർന്ന ജീവിതം ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഈ കാട്ടിൽ എത്തി മുനിമാരുടെയും മുനിപത്നിമാരുടെയും കൂടെയുള്ള ജീവിതം ഇന്ന് ഞാൻ നയിക്കുകയാണ്. ഇതിനൊക്കെ കാരണം തൻ്റെ ദുർവിധിയാണ് എന്ന് ഒരു ഘട്ടത്തിൽ സീതയ്ക്ക് തോന്നുന്നു. എങ്കിലും ആശ്രമവും അതിനോട് ചേർന്ന ഈ നല്ല ചുറ്റുപാടും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനോടെന്ന പോലെ ഒടുവിൽ താൻ അവരോടെല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് ദുഃഖമെല്ലാം അകറ്റി സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ ആശ്രമത്തോടും അവിടുത്തെ ആളുകളോടും കടപ്പെട്ടിരിക്കുകയാണ് എന്ന് സീത പറയുന്നു. പട്ടണത്തിലെ സ്ത്രീകളുടെ രീതികളെക്കുറിച്ചാണ് സീത പറയുന്നത്. ഒരിക്കലും തൃപ്തി വരാത്ത അനുരാഗമാകുന്ന എരിതീക്ക് വിറകായി സ്ത്രീകൾ പട്ടണത്തിൽ അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നു. പട്ടണത്തിലുള്ള സ്ത്രീകൾ നശിച്ചു പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരോട് പുച്ഛമാണ്. ദുഷ്ചിന്തകൾ മനസ്സിൽ വെച്ച് പൊറുപ്പിച്ച് സ്വയം ജീവിച്ച് നശിക്കുന്നവരാണ് നഗരത്തിലെ സ്ത്രീകൾ. പട്ടണത്തിലെ സ്ത്രീകൾ സ്വന്തം ദോഷങ്ങൾ അന്യരിൽ കാണുവാനും നല്ല ആചാരങ്ങളെ ഒരിക്കലും പിന്തുടരാത്തവരുമാണ്. സുഖലോലുപതയിൽ ആറാടി നടക്കുന്നവരാണ് അവരൊക്കെ. മഞ്ഞപ്പിത്തം ബാധിച്ച് ദുഃഖം തേടി മരിക്കുന്നവരാണ്. ഒരു പക്ഷേ സീത ഈ കാട്ടിലേക്ക് വന്ന് താപസ സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സീതയും മനസ്സിലാക്കുകയില്ലായിരുന്നു. എന്നാൽ ഇവരോടൊപ്പമുള്ള സഹവാസം കാരണം സീതയ്ക്ക് യഥാർത്ഥ ജ്ഞാനം കൈവരുകയാണ്. നിലാവിനെ തോൽപ്പിക്കുന്ന ചിരി, തേനിനെ തോൽപ്പിക്കുന്ന പഞ്ചാര വാക്കുകൾ പൗരഹൃദയങ്ങളിലെ അതിഭയങ്കരമായ ചതിയാകുന്ന ചാരന്മാരെ പോലെയാണ്. കൊടി, തേര്, സൈന്യം, കോട്ട, കോത്തളം ഇങ്ങനെയുള്ള ഉഗ്ര ആയുധങ്ങൾ എന്നിവയൊന്നും ഇല്ലാതെ ദുഷ്ടന്മാരുടെ നാക്ക് തീക്കൊള്ളി പോലെ പറ്റിച്ചേർന്ന് ശത്രുക്കളാകുന്ന വനം അല്പം നേരം കൊണ്ട് നശിപ്പിക്കും. യാതൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇല്ലാതെ, യാതൊരു ആയുധങ്ങളും ഇല്ലാതെ ഇങ്ങനെയുള്ള ദുർജനങ്ങളുടെ നാവുകൾ ഒരു അഗ്നി എന്ന പോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ പ്രാപ്തരാണ്. രാജാവ് ആലോചിച്ച ശേഷം വിളംബരം ചെയ്ത കാര്യം ദുഷ്ടബുദ്ധികളിലൂടെ സഞ്ചരിച്ച് വിപരീത ഫലം ഉണ്ടാക്കി. പ്രജാക്ഷേമ താൽപ്പര്യമുള്ള രാജാക്കന്മാർ പോലും തൻ്റെ കൂടെയുള്ള ദുർജനങ്ങളുടെ വാക്കുകൾ കേട്ട് ബുദ്ധി നശിച്ച് തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെടും എന്നാണ്. രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ സീതയെ സ്വീകരിച്ചത് അഗ്നിപരീക്ഷ നടത്തിയാണ്. തൻ്റെ സ്നേഹം രാമൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന പരിഭവം സീത ഇവിടെ ഉയർത്തുന്നു. ദശരഥനെ പോലെയുള്ള മഹാരാജാക്കന്മാർ മക്കളെ രാജാവാക്കും എന്ന സൂചന നൽകിയതിന് ശേഷം താപസനായി കൊടും കാട്ടിലേക്ക് അയച്ചു. ആ പുത്രനാകട്ടെ തൻ്റെ ഭാര്യയെ കൊടും കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഓർമ്മയാകുന്ന കാറ്റ് എൻ്റെ മനസ്സിലെ അഗ്നിജ്വാല വീണ്ടും ആളിക്കത്തിച്ച് നശിപ്പിക്കപ്പെട്ട ആ ജീവിതം വീണ്ടും വീണ്ടും തീയിലേക്ക് എറിയുകയാണ്. പഴയ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വരുമ്പോൾ സീതയ്ക്ക് ദുഃഖമുണ്ടാകുന്നു. പ്രസിദ്ധരായ രാജാക്കന്മാർ തന്നെ നന്മയിൽ നിന്ന് മാറി തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ ധർമ്മത്തിന് നാശം സംഭവിച്ചതിന് സമമാണ്. നല്ല ആളുകൾക്ക് ഈ ഭൂമി വാസയോഗ്യം അല്ലാതായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ ഭൂമി മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത മറ്റ് എന്തോ ഒന്നായിത്തീരും. സീത രാമനെടുത്ത തീരുമാനങ്ങളെ വിമർശിക്കുകയാണ്.
ഇനി രാമൻ്റെ അടുത്തേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് സീത തീരുമാനിക്കുകയാണ്. ലങ്കയിൽ വെച്ചു തന്നെ ശ്രീരാമൻ തന്നോടുള്ള സ്നേഹക്കുറവ് പ്രകടമാക്കിയതാണ്. എന്നിട്ടും വീണ്ടും ശ്രീരാമൻ്റെ കൂടെ തിരികെ അയോധ്യയിലേക്ക് പോയി. അഗ്നിപരീക്ഷ നടത്തി സ്വീകരിച്ച ഭാര്യയെ വീണ്ടും ജനാപവാദം ഭയന്ന് പരസ്യമായി ഉപേക്ഷിച്ചു. ഇത് എന്ത് നീതിയാണ് എന്ന് സീത ഓർക്കുകയാണ്. വർദ്ധിച്ച സ്നേഹബന്ധമാകുന്ന ഒരു കയറ് കരസ്ഥമാക്കി പുരുഷന്മാരുടെ കീഴടങ്ങുന്ന ഭാവം സ്ത്രീയെ ബലി കഴിക്കുന്നു. ശ്രീരാമനെ ചൊല്ലി പുരുഷവർഗത്തിന് മുഴുവൻ സീത അപമാനിക്കുകയാണ്. ഒരു സ്ത്രീയെ പാട്ടിലാക്കി ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന പുരുഷവർഗത്തിന് മുഴുവൻ അടച്ച് ആക്ഷേപിക്കുന്ന വാക്ക് സീത ഉപയോഗിക്കുകയാണ്. ഇത്രയും നാൾ കാട്ടിൽ വസിക്കുവാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആ ദുഷ്ടനായ രാജാവ് എൻ്റെ ശരീരം മോഹിച്ചത് എൻ്റെ തെറ്റാണോ? തൻ്റേതല്ലാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എത്ര കഷ്ടമാണ് എന്ന് സീത പറയുന്നു. ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ്, ജനാപവാദം പേടിച്ചാണ് രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത്. സീത ചോദിക്കുകയാണ്, ഒരു രാജ്യഭരണം നടത്തുന്ന സമയത്ത് ജനങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയേണ്ടതുണ്ടോ? ജനങ്ങൾക്കിടയിലും ഉണ്ടാവാം പല അഭിപ്രായമുള്ളവർ. അങ്ങനെ വിഭിന്ന അഭിപ്രായമുള്ള ആളുകളെ, അവരുടെ അഭിപ്രായങ്ങളെ ഒരു രാജാവ് പരിശോധിച്ച് അറിയേണ്ടതല്ലേ? ദുഷ്ടന്മാരുടെ സംസാരങ്ങൾ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം നമ്മുടെ സ്വന്തം കണ്ണുകളാൽ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. തെറ്റൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടി വന്ന ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളത്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നു. രാമന് രാജ്യം കൈവരുന്ന ആ സമയത്താണ് ഭരതൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് രാജാവ് എന്ന പദം വെച്ചൊഴിഞ്ഞ് രാമൻ കാട്ടിലേക്ക് പോകുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനഹിതം നോക്കിയാണോ രാമൻ തീരുമാനം എടുത്തത് എന്ന് സീത ചോദിക്കുകയാണ്. രാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് സത്യനിഷ്ഠ കൊണ്ടാവാം, എന്നാൽ സീതയെ ഉപേക്ഷിച്ചത് ധർമ്മനിഷ്ഠയെ ഓർത്താവാം. ദുർജനങ്ങളുടെ വാക്കുകൾ ധർമ്മിഷ്ഠനായ ആളുകളെയും വഴിതെറ്റിച്ചേക്കാം. ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ നാൾ തന്നെ ജനം എന്നെ സ്വീകരിച്ചതാണ്. പിന്നീടെങ്ങനെ അതേ ഞാൻ ജനങ്ങൾക്ക് കൊള്ളരുതാത്തവളായി. ലങ്കയിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ അനുമോദപൂർവം എന്നെ പട്ടമഹിഷിയായി അഭിഷേകം ചെയ്തു. അതിനുശേഷം ഞാൻ കിരീടാവകാശിയായ സന്താനത്തെ ഗർഭം ധരിച്ചപ്പോൾ ജനങ്ങൾ അപവാദം പറയാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പ്രസവിക്കാത്ത ആളാണ് എന്ന് വിചാരിച്ച് എന്നോട് നയപൂർവം ഇഷ്ടം കാണിച്ച് അസൂയാലുക്കൾ തന്നെ പിന്നീട് ഞാൻ ഗർഭിണിയായപ്പോൾ അപവാദമാക്കുന്ന ആയുധവുമായി ഉയർന്നു വന്നതാണ് എന്ന് കരുതിക്കൂടെ? വനവാസകാലത്തിൽ രാമൻ ചിത്രകൂടത്തിലുണ്ട് എന്നറിഞ്ഞ ഭരതൻ സൈന്യവുമായി രാമനെ തിരിച്ചു വിളിക്കാൻ ചിത്രകൂടത്തിൽ എത്തുന്നു. ഭരതൻ സൈന്യവുമായി വന്നത് തന്നെയും ലക്ഷ്മണനെയും ആക്രമിക്കാനാണ് എന്ന സംശയം രാമനിൽ ഉണ്ടാക്കി. സീത പറയുകയാണ്, ഭരതൻ സൈന്യവുമായി എത്തിയപ്പോൾ തന്നെ ആക്രമിക്കാൻ എത്തിയതാണോ എന്ന ചിന്ത ഉണ്ടായ അതേ രാമൻ്റെ മനസ്സിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ദുർജനങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കാതെ പോയത്. അവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് എന്തുകൊണ്ട് രാമന് തിരിച്ചറിയാൻ പറ്റുന്നില്ല? ഭർത്താവിൽ എല്ലാം സമർപ്പിച്ചു കഴിയുന്ന എന്നെ ഒരു കണക്കിന് അദ്ദേഹം ചെയ്തത് ചതിയായിപ്പോയി. എന്നോട് അദ്ദേഹത്തിന് ഒന്ന് പറയാമായിരുന്നു എന്നെ ഉപേക്ഷിക്കുകയാണ് എന്ന്. ഈ ദോഷം എന്തിനാണ് അദ്ദേഹം ചെയ്തത്? പർവ്വതം, ഗുഹ, കൊടുങ്കാറ്റ്, സിംഹം, പുലി മുതലായ ദുഷ്ടമൃഗങ്ങളുടെ കൂട്ടം, വിഷപ്പാമ്പുകൾ, അതിഭയങ്കരമായ സമുദ്രം, രാക്ഷസമൂഹത്തിൻ്റെ വസതി എന്നിങ്ങനെ മനുഷ്യലോകത്ത് ഇല്ലാത്തതായ നരകങ്ങൾ എല്ലാം അടുത്തറിഞ്ഞുള്ള ഞാൻ കാട്ടിൽ ഉപേക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയ രാമൻ എന്തിന് ആ തീരുമാനം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്ന് സീത ചിന്തിക്കുന്നു. സത്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും താൻ ഭയപ്പെടുകയില്ലായിരുന്നു എന്നും രാമന്റെ ചതി നിഷ്പ്രയോജനപ്രദമാണെന്നും സീത സമർത്ഥിക്കുന്നു. ദുഷ്കീർത്തിയിലുള്ള ഭയം മൂലം സ്വന്തം കീർത്തിദോഷത്തെ കഴുകിക്കളയാൻ തത്പരനുമായ രാമൻ അല്പബുദ്ധിക്ക് ചേർന്ന വിധത്തിൽ പ്രവർത്തിച്ചതു മൂലം എന്നിലുള്ള അപവാദത്തെ സ്ഥിരീകരിക്കുകയല്ലേ ചെയ്തത് എന്ന് സീത വിചാരിക്കുകയാണ്.
സംശയം മൂലം ധർമ്മിഷ്ഠനായ ന്യായാധിപൻ കുറ്റക്കാരെ ദയാപൂർവം ശിക്ഷിക്കാതെ വിട്ടേക്കാം. എന്നാൽ നിരപരാധിയായ ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രാജാവ് ഈ പാപം എങ്ങനെ ഒഴിവാക്കിക്കളയും? അച്ഛനായ ദശരഥന്റെ കൽപ്പന അനുസരിച്ച് രാമൻ വനയാത്രയ്ക്ക് പോയപ്പോൾ തുണയായി ഞാനും ഒപ്പം പോയി. ഭയമില്ലാത്ത എൻ്റെ പ്രിയൻ എന്നെ ഒറ്റയ്ക്ക് കാട്ടിൽ സ്വന്തം കൽപ്പനയ്ക്ക് ഇരയാക്കി തീർക്കുകയും ചെയ്തു. ഉറുമ്പ് പോലും സ്വന്തം സന്താനത്തെ ക്ലേശം സഹിച്ച് ഉള്ളിലെ ദയയോടുകൂടി സംരക്ഷിക്കും. എന്നാൽ നല്ലവരിൽ മുൻപനായ എൻ്റെ പ്രിയൻ സ്വന്തം ഗർഭത്തെ കാട്ടിൽ നിഷ്കരുണം വലിച്ചെറിഞ്ഞു. ജന്തുസഹജമായ സന്താന സ്നേഹം പോലും രാമനുണ്ടായില്ലല്ലോ എന്നാണ് സീത വിചാരിക്കുന്നത്. ഭർതൃപിതാവായ ദശരഥൻ അനേകം യാഗങ്ങൾ നടത്തി അമംഗളങ്ങൾ പരിഹരിച്ച് ലഭിച്ച പുത്രൻ ഏഷണിക്കാരുടെ വാക്കുകൾ കേട്ട് പുണ്യമായ സന്താന ലബ്ധിയിലുള്ള സന്തോഷം നശിപ്പിച്ചു കളഞ്ഞു. സ്വാഭാവികമായ ദയ, ധർമ്മനിഷ്ഠ മുതലായ ശ്രേഷ്ഠ ഗുണങ്ങൾ സഹധർമ്മിണിക്ക് മുൻപ് തന്നെ രാമനിൽ നിന്ന് വേഗം വിട്ടുപോയിരിക്കണം. അനുകമ്പ, ധർമ്മനിഷ്ഠ തുടങ്ങിയ ഗുണങ്ങൾ രാമനിൽ പണ്ട് ഉണ്ടായിരുന്നതായി സീത ഓർക്കുന്നു. അധികാരം കയ്യിൽ വന്നതിൻ്റെ ഫലമായിട്ടാവണം ഇത്തരം വികാരം രാമന് നഷ്ടമായതെന്നും സീത ചിന്തിക്കുന്നു. ആർദ്രതയുള്ള ഒരാൾ ഒരിക്കലും തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയില്ല എന്നും സീത പറയുന്നു. കാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ദിനചര്യകൾ കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോദാവരിയുടെ തീരങ്ങളിൽ പ്രിയതമനായ രാമനോടൊത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയതമയായി വസിച്ചത് സീത ഓർക്കുന്നു. ഈ ഭൂമിയിൽ മറ്റൊരു ഭാര്യയും ഭർത്താവും ചിന്തിച്ചിട്ടില്ലാത്ത വിധം വിജന പ്രദേശത്തുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഗർവില്ലാതെ ഇരുന്ന ഞങ്ങൾ രണ്ട് ശരീരമുള്ള ഒരു ജീവി എന്ന പോലെ കഴിഞ്ഞു. വനവാസകാലത്തെ സുഖസ്മരണകാലത്തെ സീത ഓർത്തെടുക്കുകയാണ്. കൊട്ടാരത്തിൽ എത്തിയ ശേഷമുള്ള രാമൻ്റെ മാറ്റമാണ് സീതയെ അത്ഭുതപ്പെടുത്തിയത്. സമ്പൽ സമൃദ്ധി, പ്രവൃത്തി സാമർഥ്യം, സത്കീർത്തി, മേൽക്കുമേൽ വിജയങ്ങൾ, പ്രഭുത്വം എന്നിവയാൽ ആർക്കും ദുരഹങ്കാരം ഉണ്ടാവാം. രാമന് ദുരഹങ്കാരം ഉണ്ടായതിൻ്റെ കാരണം സീത ഊഹിച്ചെടുക്കുകയാണ്. ദുരഭിമാനമാകുന്ന കാറ്റിൻ പ്രഹരത്താൽ പ്രേമമാകുന്ന വിളക്ക് അണഞ്ഞ് മനസ്സ് സ്തുതിപാഠകരുടെ ശബ്ദം കേട്ട് സാഹസമാകുന്ന ദുർഘട സ്ഥാനങ്ങളിൽ ചെന്ന് വീഴാം. ദുരഭിമാനിയായി മാറിയ രാമൻ സ്തുതിപാഠകരുടെ വാക്കുകേട്ട് അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ജനശ്രുതിയെ മാനിച്ച് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചത്. അഹന്ത മൂലം സ്നേഹം പോയില്ലായിരുന്നുവെങ്കിൽ ജനാപവാദത്തിൽ വെറുപ്പ് കൂടാതെ ഗർഭിണിയും പതിവ്രതയുമായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച് രാജാവ് രാജ്യം ഭരിക്കുമായിരുന്നോ? രാമൻ അധികാരം വെച്ചൊഴിയാത്തത് സ്നേഹശൂന്യത കൊണ്ടാണ് എന്ന് അർത്ഥമാക്കുന്നു. രാജ്യം ഭരിക്കാൻ യോഗ്യന്മാരായി ശത്രുക്കളെ കൊന്ന സഹോദരന്മാർ രാജാവിനില്ലേ? സഹധർമ്മിണിക്കൊപ്പം വസിക്കുവാൻ വനത്തിൽ വേണ്ടത്ര സ്ഥലമില്ലേ? ഗർവ്, സ്വാർത്ഥത തുടങ്ങിയവയാലാണ് രാമൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് സീത കരുതുകയാണ്. തൻ്റെ പ്രിയയെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ദുസ്വഭാവി പോലും സഹിക്കുകയില്ല. എന്നാൽ തന്നിൽ കുറ്റം ആരോപിക്കുന്നത് ഉത്തമനായ രാജാവ് വേദം പോലെ എങ്ങനെ കേട്ടുനിന്നു? എനിക്ക് അത് പറയുവാൻ പോലും പ്രയാസമാണ് എന്ന് സീത പറയുന്നു. ഒരിക്കൽ ഒരു കാക്കയോട് കയർത്തതും രാക്ഷസ വംശമാകുന്ന മഹാവനത്തെ മരുഭൂമിയാക്കിയതും ഓർക്കുമ്പോൾ കടുവയെപ്പോലെ ശൗര്യമുള്ള ആ രാമന് ഭാര്യാപവാദം സഹിക്കാൻ കഴിയുന്നതാണോ എന്ന് സീത ചോദിക്കുന്നു. തൻ്റെ നീതിപാലൻ്റെ സമ്പ്രദായം അനുസരിച്ച് ചാരന്മാരിൽ നിന്നും രാജാവ് ഈ അപവാദം അറിഞ്ഞതാവാം. മഹാകീർത്തിമാനായ രാമൻ ഈ ദുഷിച്ച വാർത്ത കേട്ട് ഏറ്റവും ദുഃഖം അനുഭവിച്ചിരിക്കാം. ആ അപവാദം കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ആളിക്കത്തിയ ആ ദുഃഖാഗ്നിയിൽ നിന്നും പരിഭ്രമിച്ചു പൊങ്ങിയ ധർമ്മപാലൻ എന്ന വ്യഗ്രത മൂലം വ്യക്തമായി സഭയിൽ പറഞ്ഞ കാര്യം ആ മഹാൻ ചെയ്തതാകാം. അഭിമാനിയായ അദ്ദേഹം അപ്പോൾ ആ വിപത്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയില്ല. രാജധർമ്മത്തെക്കുറിച്ചോർത്ത് മനസ്സില്ലാ മനസ്സോടെ രാജാവ് അങ്ങനെ ചെയ്തതാകാം. വിഷം ശരീരത്തിൽ വ്യാപിക്കും എന്ന സംശയത്താൽ അറിവുള്ളവർ വിരൽ മുറിച്ചു കളയുന്നതിൻ്റെ വേദന സഹിക്കുമല്ലോ.
രാമന്റെ പ്രവൃത്തിയെ സീത ഇവിടെ ന്യായീകരിക്കുന്നു. വിരലിൽ വിഷം ഏറ്റാൽ അത് മുറിച്ചു കളയുന്നത് പോലെ തന്നെക്കുറിച്ചുള്ള അപവാദം കൂടുതൽ പരക്കാതിരിക്കാനാവണം തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്തത്. പുറമെ പ്രകടമാവാത്ത ഘോരമായ വികാരം ശക്തനായ രാമൻ അനുഭവിക്കുന്നുണ്ടാവാം. ഉദാത്ത ഹൃദയനായ അദ്ദേഹം സംഗതിയൊന്നും പുറത്ത് പറയാതെ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തതെങ്കിലും ഹൃദയത്തിൽ അദ്ദേഹം വളരെ വ്യഥ അനുഭവിച്ചിരിക്കാം. അച്ഛനായ ദശരഥൻ മഹർഷിപുത്രനായ ശ്രാവണനെ ആനയെന്ന് ധരിച്ച് പെട്ടെന്ന് അസ്ത്രമയച്ച് കൊന്നതും തൻ്റെ ഭാര്യയായ കൈകേയിക്ക് ചോദിക്കാതെ തന്നെ വരം നൽകി പിന്നീട് പശ്ചാത്താപവിവശനായി മരിച്ചതും വലിയ സാഹസങ്ങളാണ്. ഈ വക കാര്യങ്ങൾ ആലോചിച്ചു നോക്കിയാൽ രാമന്റെ സാഹസങ്ങളും ക്ഷമിക്കാവുന്നതാണ്. അജൻ എന്നു പേരുള്ള മഹാനായ മുത്തശ്ശൻ സ്വന്തം ഭാര്യയുടെ മരണം കണ്ട് ദുഃഖിതനായി രോഗം പിടിപെട്ട് മരിച്ചു. ആ വംശത്തിൽ പിറന്ന രാമനിലും അങ്ങനെയുള്ള ഗുണരീതികൾ ഉണ്ടാവാം. രാമന് പാരമ്പര്യമായി ദുർഗുണങ്ങൾ മാത്രമല്ല നല്ല ഗുണങ്ങളും ലഭിച്ചിട്ടുണ്ടാവും. അതിനാൽ തന്നോടുള്ള സ്നേഹം അഗാധമായിരിക്കണം എന്ന് സീത കരുതുന്നു. പിതാമഹന്റെ ഗുണം രാമനിലുണ്ട് എന്ന കാര്യം സംശയമില്ല. രാമൻ എന്നിൽ മാത്രം പ്രണയനിഷ്ഠനാണ്. ഓർത്താൽ ഭാര്യവിരഹം കൊണ്ട് ഏറെ ക്ലേശിച്ചാലും രാമന് മറ്റൊരുവളിൽ സ്നേഹം ഉണ്ടാവുകയില്ല. പഞ്ചവടിയിൽ വെച്ച് രാവണൻ സീതയെ കവർന്നുകൊണ്ട് പോയ സമയത്ത് സ്നേഹശീലനായ രാമനു ചിത്തഭ്രമം പോലും ഉണ്ടായി. പിന്നീട് രാവണനെ ജയിച്ച് മടങ്ങി വന്ന് വീണ്ടും നാൾക്കുനാൾ ഉള്ള ആന്തരിക സ്നേഹം പുലർത്തിപ്പോന്നു. ശ്രീരാമനുണ്ടായ വ്യസനം അതിതീവ്രമായിരുന്നു എന്ന് സീത ഊഹിക്കുന്നു. ആദ്യ വിരഹത്തിലെ ഉന്മാദത്തിന്റെ കാര്യം ഓർത്താൽ ഇപ്പോഴത്തെ ഈ പുതിയ അവസ്ഥയിൽ രാമൻ എത്രമാത്രം ദുഃഖിച്ചിരിക്കുന്നു. അത്രയധികം അഭിമാനിയായ ഞാൻ സഹിക്കുന്ന ഈ വിരഹാവസ്ഥ പശ്ചാത്താപത്തിൽ വിവശനായ രാമന് സഹിക്കാനാകുമോ? ഇന്നാലോചിക്കുമ്പോൾ എന്നോടുള്ള സ്നേഹത്താൽ യാഗശാലയിൽ എൻ്റെ സ്വർണ പ്രതിമയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓർത്തു നോക്കിയാൽ മഹാന്മാരുടെ പ്രവൃത്തി ദുർഘടം തന്നെ. രാമൻ സീതയെ ഉപേക്ഷിച്ചതിനാലാണ് സ്വന്തം കൈകൊണ്ട് മുറിവേറ്റതുപോലെ ആയത്. രാജനീതിയുടെ കാരാഗൃഹത്തിൽ കഴിയുന്ന രാജാവിൻ്റെ സ്ഥിതി ആശ്രമത്തിൽ ജീവിക്കുന്ന തൻ്റേതിൽ നിന്നും സഹതാപാർഹമാണ്. ഭാര്യയോട് വിരക്തി ഉള്ളവനായി ജീവിക്കാം. ദുർവിധി മൂലം ഭാര്യയെ വേർപെട്ടു ജീവിക്കാം. എന്നാൽ സ്വന്തം കർത്തവ്യനിഷ്ഠയാൽ ഇപ്രകാരം വലിയ ത്യാഗം വേറെ ആർക്കെങ്കിലും ഉണ്ടാവാൻ പ്രയാസമാണ്. രാജാധികാരം ദൂരെ വലിച്ചെറിഞ്ഞ് പിച്ചയെടുത്ത് ജീവിക്കാം. അന്യനു വേണ്ടി ദേഹം വെടിയുകയും ചെയ്യാം. എന്നാൽ മടി കൂടാതെ ജനഹിതം അനുസരിച്ച് രാജ്യം ഭരിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. സ്വന്തം സുഖത്തെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് മഹാന്മാർ. അവരിൽ ഒരാളാണ് ശ്രീരാമൻ. സാധാരണ മനുഷ്യനേക്കാൾ ശക്തിയുള്ളവനാണെങ്കിലും ശ്രീരാമൻ ഒരു യോഗിയേക്കാൾ മനോനിയന്ത്രണം ഉള്ളവനാണ്. ധർമ്മത്തിൻ്റെ പ്രതീകമായ ആ മനുഷ്യൻ എനിക്ക് ആദരണീയനാണ്. രാമന്റെ വ്യക്തിത്വത്തെ മഹത്വവൽക്കരിച്ചതിന് ശേഷം ഭർതൃ സംബന്ധമായ ചിന്തകൾ സീത ഉപസംഹരിക്കുകയാണ്. ആലോചിച്ചു നോക്കിയാൽ ഞാൻ സൽസ്വഭാവിയെങ്കിലും എൻ്റെ ജീവിതം വ്യംഗ്യമാണ്. വലിയ ദുഃഖങ്ങൾക്ക് പലതവണ ഭർത്താവിനെ ഇരയാക്കിയിട്ടുള്ളവളാണ് എന്ന് സീത സ്വയം ചിന്തിക്കുന്നു. ഈ ഞാൻ കാരണം എത്ര സ്ത്രീകളാണ് ഭർത്താക്കന്മാർ മരിച്ച് നിരാലംബരായത്? അതുപോലെ തന്നെ പിതാക്കൾ മരിക്കയാൽ ആശ്രയമില്ലാത്ത എത്ര കുഞ്ഞുങ്ങളാണ് ദുഃഖിതരായത്? ലങ്കയിൽ നടന്ന ആ യുദ്ധത്തെക്കുറിച്ച് സീത ഓർക്കുകയാണ്. താൻ മൂലം എത്രയോ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് സീത ഓർക്കുന്നു. ലോകമാകുന്ന അരങ്ങിൽ തൻ്റെ ഭാഗം അഭിനയിച്ചു കഴിഞ്ഞതായി സീത കരുതുകയാണ്. ഇനി ഇവിടെ തുടരുന്നത് അഥവാ ജീവിച്ചിരിക്കേണ്ട ആവശ്യകതയില്ലെന്നും സീത നിശ്ചയിക്കുന്നു. താൻ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിച്ചു. ഭർത്താവിൻ്റെ വംശം നിലനിർത്തുവാൻ സന്താനങ്ങളെയും ഉൽപ്പാദിപ്പിച്ചു. ലോകജീവിതം ഇനി അർത്ഥശൂന്യമത്രേ. സീത യാത്ര ചോദിക്കുന്നു. സീത യാത്രയ്ക്ക് മുമ്പ് എല്ലാവരെയും നമസ്കരിക്കുന്നു. സീത നക്ഷത്രങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. വനങ്ങളോടും പൂക്കളോടും യാത്ര ചോദിക്കുകയാണ്. സീത തൻ്റെ ശരീരം ഭൂമിയിൽ ലയിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു.
അവസാനമായി സീത രാമനെ വന്ദനം പറയുന്നു. ആത്മശുദ്ധി വന്ന ശേഷം രാമനും ആ സ്ഥാനത്തെ താമസിയാതെ പ്രാപിക്കുമെന്നും സീത പ്രതീക്ഷിക്കുന്നു. രാമൻ നഗരത്തിലേക്ക് തന്നെ തിരികെ വിളിച്ചുകൊണ്ടു ചെല്ലാൻ വാൽമീകിയെ ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്നതായി സീത കാണുകയും അതിൽ നിന്നുള്ള കഠിനമായ വെറുപ്പുകൊണ്ട് ക്ഷോഭിക്കുകയും ചെയ്യുന്നു. സീത ബോധം കെട്ടിരിക്കുന്നത് മനസ്സിലാക്കി താപസി മുഖത്ത് തീർത്ഥജലം തെളിച്ച് താങ്ങി ആശ്രമത്തിൽ കൊണ്ടുപോയി കിടത്തുന്നു. നേരം പ്രഭാതമാകാറായി. സീത വിചാരിച്ചതുപോലെ വാൽമീകി രാമന്റെ സന്ദേശത്തോടുകൂടി അവിടെ എത്തുകയും ചെയ്തു. സീത വളരെ വിസമ്മതിച്ച ശേഷം വാൽമീകിയെ പിന്തുടരുന്നു. വഴിക്കു മുൻപേ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങളെയല്ലാതെ മറ്റൊന്നിനെയും നോക്കുന്നില്ല. സഭയിൽ എത്തി പശ്ചാത്താപം കൊണ്ട് വാടിയ രാമന്റെ മുഖം ഒരിക്കൽ മാത്രം നോക്കുന്നു. അടുത്തിരിക്കുന്ന പൗരന്മാരെയും കാണുന്നു. ഈ ധർമ്മസങ്കടത്തിൽ മാനിനിയായ ആ പതിവ്രത ഈ ലോകത്തെ ത്യജിച്ചു.